എന്റെ ചോദ്യം അക്ബർ സാഹിബിനോടാണ്. താങ്കൾ അവതരിപ്പിച്ച ഏകദൈവ വിശ്വാസവും അദ്വൈത സിദ്ധാന്തവും ഒന്നു തന്നെയല്ലേ? സഹോദരിയുടെ ചോദ്യം, ഞാൻ പറഞ്ഞ ഏകദൈവ വിശ്വാസവും അദ്വൈത സിദ്ധാന്തവും ഒന്നു തന്നെയല്ലേ എന്നാണ്. അദ്വൈത സിദ്ധാന്തം എന്നതിനർത്ഥം രണ്ടാമത്തേത് പടച്ച തമ്പുരാൻ അവൻ അദ്വൈതനാണ് എന്നാണെങ്കിൽ ഇസ്ലാം അദ്വൈത വിശ്വാസം അംഗീകരിക്കുന്നു. അദ്വൈതൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതൊന്നില്ലാത്തവൻ, അദ്വിതീയൻ എന്നർത്ഥം. എന്നാൽ അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവും പടച്ച തമ്പുരാൻ, ഇവിടെ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചം നമ്മളെല്ലാം തന്നെയാണ് സൃഷ്ടാവ് എന്നുള്ള സിദ്ധാന്തമാണെങ്കിൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് സത്യത്തിൽ ഭാരതീയ ദർശനത്തിന്റെയും അടിത്തറയല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബാദരായണന്റെ ബ്രഹ്മസൂത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യർ രൂപം കൊടുത്ത തത്വസംഹിത അദ്വൈത വേദാന്തം. അദ്വൈത വേദാന്തം ശങ്കരാചാര്യരുടെ മുമ്പ് തന്നെയുണ്ട്, പക്ഷേ അതിന് സുന്ദരമായ ഒരു തത്വശാസ്ത്രത്തിന്റെ അടിത്തറ നൽകിയത് അതാണ്. അദ്ദേഹം പറഞ്ഞതെന്താ? ഈ പ്രപഞ്ചം തന്നെയാണ് പരബ്രഹ്മം. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി തത്വമസി. ചന്തോക്യത്തിലും അതേപോലെ തന്നെ ബൃഹദാരണ്യകത്തിലുമുള്ള 2 വചനങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം യോജിപ്പിച്ചുകൊണ്ടാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്ന് വെച്ചത്. അദ്ദേഹം പറഞ്ഞു പിന്നീട്, ബ്രഹ്മം സത്യം ജഗത് മിഥ്യ, ബ്രഹ്മോ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്, ഈ പ്രപഞ്ചം മിഥ്യയാണ്. ജീവോ ബ്രഹ്മൈവ നാപര, ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. ഇതാണ് അദ്വൈത സിദ്ധാന്തം. ഈ പ്രപഞ്ചം തന്നെയാണ് ദൈവം തമ്പുരാൻ എന്നുള്ള സിദ്ധാന്തം. ഇതിന് നേരെ വിപരീതമായ ഒരുപാട് വചനങ്ങൾ നമുക്ക് വേദസംഹിതകളിലും ഉപനിഷത്തുകളിലും കാണാൻ സാധിക്കും. ഒരുപാട് വചനങ്ങൾ അത് പരിശോധിച്ച് നോക്കുക. ശ്വേതശതരോപനിഷത്ത് 6-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിം പതീനാം പരമം പരസ്താദ് വിധാമദേവം ഭുവനീശമീഡ്യം. ഈശ്വരന്മാരുടെ മുഴുവനും ഈശ്വരൻ, ദേവന്മാരുടെ മുഴുവനും ദേവൻ, പതികളുടെ രക്ഷിതാക്കളുടെ മുഴുവനും രക്ഷിതാവ്, അവനാണ് ഈഢ്യമർപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ കേനോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 6-7 വചനങ്ങൾ പരബ്രഹ്മത്തെ, പരമാത്മാവിനെ പരിചയപ്പെടുത്തുക. യച്ചുഷാന പശ്യതി ഏന ശശ്യംഷി പശ്വതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസതേ. യശ്രോത്രേണ ന ശൃണോതി ഏന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസതേ. അതാണ് പരബ്രഹ്മം. അവനാരാണ്? യച്ചുഷാന പശ്യതി ഏന ശശ്യംഷി പശ്വതി. ആരെയാണോ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്തത്, എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് ആരാണോ, തദേവ ബ്രഹ്മത്വം വിദ്യ, അവനാണ് ബ്രഹ്മം എന്നറിയുക. നേദം യദിദം ഉപാസതേ. ഉപാസനാ വിഷയമായിരിക്കുന്നത് ബ്രഹ്മമല്ല, നിങ്ങൾ ഉപാസിക്കുന്ന വസ്തുക്കൾ ബ്രഹ്മമല്ല എന്നർത്ഥം. ഉപാസനാ വിഷയമാകുന്ന സാധനം ബ്രഹ്മല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഉപാസിക്കുന്ന വസ്തുക്കൾ ബ്രഹ്മമല്ല. നിങ്ങൾ ഉപാസിക്കുന്ന വസ്തുക്കൾ ബ്രഹ്മമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മമല്ലാത്തതിനെ ഉപാസിക്കപ്പെടുന്ന അവസ്ഥ അവിടെയുണ്ട് എന്നർത്ഥം. എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു പരാമർശത്തിന് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. യശ്രോത്രേണ ന ശൃണോതി ഏന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസതേ. ഇത് തന്നെ. കാതുകൊണ്ട് കേൾക്കാൻ സാധ്യമല്ലാത്തത് എന്താണോ, കാതുകൾക്ക് കേൾവിശക്തി നൽകുന്നത് ആരാണോ, അവനെ ബ്രഹ്മം എന്നറിയുക. ഉപനിഷത്തുക്കളിൽ പല ഉപനിഷത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു വചനമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. 3 ഉപനിഷത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മുണ്ടകോപനിഷത്തിലെ 2-ാം അധ്യായത്തിലെ 2-ാം മുണ്ടകത്തിലെ 15-ാമത്തെ വചനം, അതേപോലെ തന്നെ ശ്വേതശതരത്തിലെ 6-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം, അതേ രൂപത്തിൽ തന്നെ കഠോപനിഷത്തിലെ 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വല്ലിയിലെ 10-ാമത്തെ വചനം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം നേമ വിദ്യുതോ ബാന്തി കുതോയമഗ്നിഹി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ ഭാസ സർവമിധം വിഭാതി. എന്താ പറയണേ? സൂര്യൻ എന്തിനെ ഭയപ്പെട്ടുകൊണ്ടാണോ, എന്തിനെ അനുസരിച്ചുകൊണ്ടാണോ ജ്വാല പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്,
അതേപോലെ തന്നെ ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം എന്തിനനുസരിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇതൊന്നും പ്രകാശിക്കുന്നില്ല. അവനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവയെല്ലാം. അപ്പൊ അവനാരാ? ഇവയിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇവയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ഭയപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബൃഹദാരണ്യകത്തിലും അതേപോലെ തന്നെ ചന്തോഗ്യത്തിലുമുള്ള വചനങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ശ്രീശങ്കരാചാര്യർ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള തത്വം പറഞ്ഞത്. പക്ഷെ അത് തന്നെ മാധ്വാചാര്യർ വിമർശിച്ചിട്ടുണ്ട്. തത്വമസി എന്ന് പറയുന്ന വചനം യഥാർത്ഥത്തിൽ വേദങ്ങളുടെ മൂലത്തിൽ അദ്ദേഹത്തിന്റെ വാദമാണ് ഞാൻ പറയുന്നത്. തത്വ അമസി എന്താണ്, അഥവാ നീ അതല്ല എന്നാണ് അതിന് യഥാർത്ഥത്തിൽ മൂലത്തിലുള്ളത് എന്ന രീതിയിൽ മാധ്വാചാര്യർ വിമർശിച്ചിട്ടുണ്ട്. എന്താണ് ശരി നമുക്കറിയില്ല. ഏതായിരുന്നാലും കേവലമായ അദ്വൈത സിദ്ധാന്തം മാത്രമല്ല ഭാരതീയ ദാർശനികത എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഭാരതത്തിൽ ദ്വൈത സിദ്ധാന്തം ശക്തമായി നിലനിൽക്കൊണ്ടിട്ടുണ്ട്. അത് വേദങ്ങളുടെ കാലം മുതൽക്ക് തന്നെ. അത് വ്യക്തമാക്കുന്നത് പ്രവാചകന്മാരുടെ നിയോഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയം ആയിരുന്നു ഏകദൈവ ആരാധനാ സമ്പ്രദായ വെത്തുപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ വേദങ്ങൾ എടുത്തുദ്ധരിച്ചത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു.